മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മഞ്ജുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ സാഗറിനും അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ വന്നത് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ കാര്യം എനിക്കറിയില്ല, മഞ്ജുവിനെ അങ്ങോട്ടേക്ക് വിട്ടയക്കാനേ എനിക്ക് പേടിയാണ്. കാരണം അവർക്ക് എന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയിട്ടില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ ഏതായാലും വരുന്നില്ല. സാറും മാഡം വേറൊരു വീട് വെച്ച് തനിയെ താമസിക്കുകയാണെങ്കിൽ ഞാൻ വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അവർക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം മഞ്ജു എന്താ തീരുമാനിക്കുന്നത് പോലെ അതുപോലെ ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം കരുണ പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും വന്ന് ചോദിക്കുകയാണ്, മോളെ നീ പോവുകയാണോ ചോദിക്കുക. പിന്നെ പോവാതെ കുറച്ച് സമയമല്ലേ തന്നിട്ടുള്ളൂ എന്ന് പറയുകയാണ്. മോളെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണെന്നല്ലേ എപ്പോഴും പറയുക, പിന്നെന്താ നിങ്ങൾക്ക് മടി? അവളെയും അവനെയും കൊന്നിട്ട് നിങ്ങൾ പോകണം, അതോ ഞാൻ പോകണം? എന്തായാലും ശരി, ഞാൻ അവളെ കൊന്നിട്ട് ജയിലിലേക്ക് പോകും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും, അയ്യോ മോളെ വേണ്ട, ജയിലിൽ ഭയങ്കര പ്രശ്നമാണ്. ഏതായാലും ഞാൻ അവിടെ നന്നായി പണിയെടുക്കണ്ടല്ലോ, അത്രയും പണി എന്തായാലും ജയിലിൽ എടുക്കണ്ടല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കേൾക്കാതെ കരുണ നേരെ പോവുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയും പ്രതാപനും കൂടി പറയുന്നുണ്ട്, ഏതായാലും ശരി, നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം, അതാ നല്ലത്. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഏതായാലും ബാഗ് പാക്ക് ചെയ്യുക അമ്മേ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് കരുണ ഇങ്ങനെ കയറി പോകുമ്പോൾ ഉണ്ണി ഇരുന്നിട്ട് ഇങ്ങനെ കുറിക്കാനിരിക്കണ്ടോ. കരുണയ്ക്ക് അത് കണ്ടതേ കലി വരികയാണ് കേട്ടോ. എന്താ കരുണേ, പിറന്നാളൊക്കെ അടിപൊളിയായോ ചോദിക്കും. ആ പിറന്നാളൊക്കെ അടിപൊളിയായി, അത് അവരാഘോഷിച്ചു, അല്ലാതെ ഞാനല്ലല്ലോ എന്ന് പറയും. നീ എന്താ, നിന്നോടല്ലേ പറഞ്ഞത് പോകണ്ട എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ നീ പോയത്? നീ പോയി വന്നപ്പോഴേക്കേ നിൻ്റെ ബ്ലഡ് തിളച്ചിരിക്കണമല്ലോ എന്നിങ്ങനെ പറയുന്നത്. ഉണ്ണിയേട്ടൻ എന്തായാലും എന്നെ ഒഴിവാക്കും, അതെന്തായാലും എത്രയും പെട്ടെന്ന് അതുണ്ടാകും. പിന്നെന്താണ്, എന്താ കാരണമെന്ന് അത് വഴിയേ അറിഞ്ഞോളൂ, ഞാൻ എന്തായാലും പറയുന്നില്ല. എന്തായാലും ശരി, ഞാനിവിടെ വന്നത് മഹാറാണിയെ പോലെ ജീവിക്കാനാണ്. പക്ഷേ എനിക്കതൊരിക്കലും പറ്റിയില്ല. എന്ന് ഉണ്ണിയേട്ടൻ ഞാൻ കല്യാണം കഴിഞ്ഞോ അതോടുകൂടി എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നിങ്ങനെ പറയാനായിട്ട് ഉണ്ണി ഇങ്ങനെ ചോദിക്കേണ്ടത്, നിനക്ക് എന്താ പറ്റി? നീ എന്തിനാ അടിമയെ പോലെ നിൽക്കുന്നത്? നിനക്ക് പണി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിനക്ക് പറഞ്ഞൂടെ എന്നെല്ലാം ചോദിക്കേണ്ട കേട്ടോ. എന്തായാലും ശരി, എവിടെ ഒപ്പിടേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ഞാൻ ഒപ്പിട്ടോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഉണ്ണി ആകെ പകച്ചു പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദുർഗാമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയായിരിക്കും കാറ് വരിക കേട്ടോ. ദുർഗാമ്മ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ മഞ്ജുവും സാഗറും മഹാലക്ഷ്മിയും കൂടി വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ദുർഗാമ്മയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അകത്ത് കയറിയതും കണ്ണം പറയുന്നതാ, ഇവളിവിടെ വിരുന്നിരിക്കാൻ വന്നിരിക്കുകയാണ്, 3-4 ദിവസം ഇവിടെ ഇരിക്കാൻ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ സാഗറിന് തീരെ താല്പര്യമില്ല. കാരണം അവനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവൾക്ക് എന്തെങ്കിലും ഒരു പോറലേറ്റിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ജയിലിൽ കയറ്റും, അതിന് ഒരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ അങ്ങോട്ടേക്ക് വരുമ്പോൾ മഹാലക്ഷ്മി പറയുക, ആ നീ വന്നോ, ഇതാ മഞ്ജു ഉണ്ട്, ഇനി മഞ്ജുവിൻ്റെ കാര്യങ്ങളും കൂടി നീ നോക്കണം കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കും. കണ്ണൻ ചോദിക്കും, എന്താണ് ഇതിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത, നീ മുഖം വീക്കി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അതിനുശേഷം അവരകത്തേക്ക് പോകും. ദുർഗയും മഞ്ജുവും കൂടി പറയുകയാണ്, മോളെ നിന്നെ മനഃപൂർവ്വം പണിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതെനിക്കറിയാം അമ്മേ, എന്നെ കഷ്ടപ്പെടുത്തുക എന്ന് മാത്രമാണ് അവളുടെ ഉദ്ദേശം. ഏതായാലും മഞ്ജുവിൻ്റെ കുഞ്ഞിനെയല്ല കളയുന്നത്, അവളുടെ കുഞ്ഞിനെ ഞാൻ എന്തായിരിക്കും കളഞ്ഞിരിക്കും, അവൾക്ക് ആ കുഞ്ഞ് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. കരുണ ഭയങ്കര ദൃഢനിശ്ചയത്തിലാണ് കരുണ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഇനി അവൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി എന്ന് പറഞ്ഞാൽ അവളെ എങ്ങനെയാണോ തന്നത് അതേപോലെ തന്നെ തിരിച്ച് അവളെ ഏൽപ്പിക്കണമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് പുറപ്പെടുകയാണ് കേട്ടോ, ബാഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ മോഹിനി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതാ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ചോദിക്കും. ഞങ്ങളെ അമ്പലത്തിലേക്ക് പോവുകയാണ്. നീ പോയി നിൻ്റെ മരുമോൻ എഴുന്നേറ്റ് നടന്നില്ലേ എന്ന് ചോദിക്കും. എൻ്റെ മരുമോൻ എഴുന്നേറ്റ് നടന്ന പ്രതാപേട്ടനല്ലേ സന്തോഷം വേണ്ടത്? ആ ഒരു രാത്രി പ്രതാപേട്ടനല്ലേ അവൻ്റെ ചലനശേഷി ഇല്ലാതാക്കിയത്? അതിന് കൂടെ ഇരുന്ന് എൻ്റെ മോളും കണ്ടു. ആ മോള് കണ്ണനെ കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആ മോള് കല്യാണം കഴിക്കാൻ കാരണം എൻ്റെ മോളാടി, ഞങ്ങൾ രണ്ടുപേരും കാരണമാണ് നിൻ്റെ മോളിന്ന് അവിടെ മഹാറാണിയെ പോലെ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അവിടെ പോകില്ല എന്നിങ്ങനെ
പറയണം കേട്ടോ. അത് ശരിയാണ്, നിങ്ങൾ ദാസിയെ പോലെ വിട്ടാക്കിയതല്ലേ. കരുണമോൾക്ക് അവിടെ എന്താ കുഴപ്പം? സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ. അവളുടെ സ്വഭാവം ശരിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളൊരു കുടുംബം ജീവിക്കണം എന്നെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, ഇവളോട് സംസാരിച്ച് നമ്മുടെ മനസ്സ് കേടുവരും, നമ്മളേതായാലും അമ്പലത്തിൽ പോവുകയല്ലേ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാം, ഇവളിവിടെ എന്തോ പറഞ്ഞോട്ടെ, പ്രതാപ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്.